الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. നമ്മൾ അൽഹംദുലില്ലാഹ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ശിർക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി അതിലെ നിയമങ്ങളെക്കുറിച്ച് അറിയാനും മനസ്സിലാക്കാനും വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള ഒരു അമലാണ്. ഇൽമ് പഠിക്കുക, അതിനുവേണ്ടി യാത്ര ചെയ്യുക, അങ്ങനെ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് ആളുകൾ പരസ്പരം കണ്ടുമുട്ടുക, ഇതിൻ്റെ ശ്രേഷ്ഠതകൾ ധാരാളം കാണാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി തആല യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സകീന വഗശിയത്ഹുമുർ റഹ്മ വഹഫത്ഹുമുൽ മലായിക വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു. അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭവനത്തിൽ, അതായത് അള്ളാഹുവിൻ്റെ മസ്ജിദുകളിൽ ഏതെങ്കിലും ഒരു സമൂഹം അവർ ഒരുമിച്ച് കൂടുകയും അങ്ങനെ പരിശുദ്ധ ഖുർആൻ വായിക്കുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പറഞ്ഞു പഠിക്കുന്നു, അതിലെ നിയമങ്ങളെക്കുറിച്ച്, ഹലാലുകളെക്കുറിച്ച്, ഹറാമുകളെ സംബന്ധിച്ച് ഇങ്ങനെ ഖുർആനിൻ്റെ ആയാത്തുകളെക്കുറിച്ച് പഠിക്കുന്നു, അള്ളാഹുവിൻ്റെ നിയമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. ഇങ്ങനെ ചെയ്താൽ ഇല്ലാ നസലത്ത് അലൈഹിമുസ് സക്കീന, അവരിലേക്ക് സക്കീനത്ത് ഇറങ്ങുമെന്നാണ്, സമാധാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകും. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, കാരുണ്യം അവരെ പൊതിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മലായിക്കത്ത് അവരെ വന്ന് വഹഫത്തുഹുമുൽ മലായിക, മലായിക്കത്ത് അവരെ പൊതിയും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള മുഖറബീങ്ങളായ മലായിക്കത്തിനോട് അവരെ സംബന്ധിച്ച് അള്ളാഹു സംസാരിക്കും എന്നും ഹദീസിൽ കാണാൻ സാധിക്കും. ഇത് സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച ഒരു വഴിയാണ് ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക എന്നുള്ളത്. അതേപോലെ മേൽ സൂചിപ്പിച്ച ഹദീസിൽ പരാമർശിക്കപ്പെട്ടതുപോലെ അള്ളാഹുവിൻ്റെ റഹ്മത്ത്, സമാധാനം, ഇതെല്ലാം കരഗതമാക്കാൻ
ഇത് മുഖേന സാധിക്കും. ദിക്റിൻ്റെ മജ്ലിസുകൾ എന്നാണ് ഹദീസുകളിലും അതേപോലെ തന്നെ സലഫുകളായ പലരും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അത് മജ്ലിസു ദിക്റാണ്. ഇൽമു പഠിക്കാനുള്ളതായ സദസ്സുകൾ, അള്ളാഹുവിനെ സ്മരിക്കുന്ന ദിക്റിൻ്റെ ഹൽക്കകൾ ആണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ അതിൻ്റെ മര്യാദകൾ നമ്മൾ പാലിക്കണം. നല്ല നിയ്യത്തുണ്ടാവുക എന്നുള്ളത് അനിവാര്യമായ കാര്യമാണ്. ദീൻ പഠിക്കുക, അത് മുഖേന നമ്മളിലുള്ള ജഹാലത്ത് നീക്കം ചെയ്യുക, അത് മുഖേന എന്തെല്ലാമാണോ ലക്ഷ്യമായിട്ട് അതിൻ്റെ ഉദ്ദേശങ്ങളായിട്ട് പറയപ്പെടുന്നത് അതായിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ദീൻ പഠിക്കുന്ന, ഒരുമിച്ച് കൂടുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇവിടെ നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാനുള്ള വിഷയം ശിർക്കുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ശിർക്ക് വളരെ അപകടം പിടിച്ച കാര്യമാണെന്ന്. അതിനെ സംബന്ധിച്ച് ചില ആയാത്തുകളും അതേപോലെ ചില ഹദീസുകളും ഉലമാക്കളുടെ ചില ഉദ്ധരണികളുമാണ് ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, ഫകുല്ലൻ അഖദ്നാ ബിദംബി. ചില സമൂഹങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, വ്യത്യസ്തങ്ങളായ അമ്പിയാക്കന്മാരുടെ സമുദായങ്ങളെ പരാമർശിച്ചതിന് ശേഷം അല്ലാഹു അവരെ ശിക്ഷിക്കുകയുണ്ടായി. അതിൻ്റെ കാരണം അല്ലാഹു പറയുകയാണ്, ഫകുല്ലൻ അഖദ്നാ ബിദംബി. അവരെ മുഴുവനും നാം പിടികൂടിയത്, അതായത് അവർ ശിക്ഷിച്ചത് അവർ ചെയ്ത പാപത്തിൻ്റെ കാരണത്താലാണ്. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ. അതിൽ ചില സമൂഹങ്ങളിലേക്ക് കൽമഴ വർഷിക്കുകയാണ് ചെയ്തത്. ചരൽ മഴ വർഷിച്ച് ഒരു സമൂഹത്തെ ഒന്നടങ്കം അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചിട്ടുണ്ട്. ലൂത്ത് അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തെ ആ രീതിയിലാണ് നശിപ്പിച്ചത്. അതേപോലെ വമിൻഹും മൻ അഖദത്ഹു സ്വൈഹ. അവരിൽ ചിലരെ വലിയൊരു അട്ടഹാസം ഒന്ന് പിടികൂടുകയാണ് ചെയ്തത്, വലിയൊരു മുഴക്കം. സ്വാലിഹ് അലൈഹിസ്സലാമിൻ്റെ സമൂഹം, സമൂദ് ഗോത്രം, അതേപോലെ ഷുഐബ് അലൈഹിസ്സലാമിൻ്റെ സമൂഹം, ഇവരെ അവർ ചെയ്ത തിന്മകളുടെ കാരണത്താൽ വലിയൊരു മുഴക്കം, അട്ടഹാസം അവർ വന്ന് പിടികൂടി, അവർ മരിച്ചുപോയി. വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർദ. വേറെ ചിലരെ ഭൂമിയോടുകൂടെ അവരെ ആഴ്ത്തിക്കളഞ്ഞു, ഭൂമിയിലേക്ക് അവരെ ആഴ്ത്തിക്കളയുകയാണ് ചെയ്തത്. ഖാറൂനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷിച്ചത് അപ്രകാരമാണ്. വമിൻഹും മൻ അഗ്റഖ്നാ. അവരിൽപ്പെട്ടവരാണ് ചിലർ, അവരെ നാം മുക്കി നശിപ്പിച്ചു. നൂഹ് അലൈഹിസ്സലാമിൻ്റെ സമൂഹം, അതേപോലെ ഫിർഔനിനെയും അവൻ്റെ അനുയായികളെയും വള്ളത്തിൽ മുക്കിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞത്. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹങ്ങളെക്കുറിച്ച്, അവർക്ക് നൽകിയ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നത്, അല്ലാഹു അവരെ ആക്രമിക്കുകയല്ല ചെയ്തത്. അല്ലാഹു അവരോട് അനീതി കാണിച്ചിട്ടില്ല. അവർക്ക് അർഹമായ, അവർ അർഹിക്കേണ്ട ശിക്ഷയാണ് അവർക്ക് ലഭിച്ചത്. എന്ത് കാരണത്താലാണ്? അവർ അവരുടെ നഫ്സുകളോട് അക്രമം കാണിച്ചു. അവർ തന്നെയാണ് അവരെ നാശത്തിലെത്തിച്ചത്. അവർ ചെയ്തിരിക്കുന്ന തിന്മകളാണ് എന്നുള്ളതാണ്. തിന്മ ചെയ്താൽ സ്വാഭാവികമായും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യർ നേരിടേണ്ടി വരും. അതൊരു പക്ഷേ ദുനിയാവിൽ തന്നെ നേരിടും, അതല്ലെങ്കിൽ ആഖിറത്തിലായിരിക്കാം. ഇങ്ങനെ മനുഷ്യർ ചെയ്യുന്ന തിന്മകളിൽ ഏറ്റവും ഗുരുതരമായ, ഏറ്റവും വലിയ പ്രത്യാഘാതത്തിന് ഇടയാക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളത്. തിന്മകൾ വ്യത്യസ്ത ഇനങ്ങളുണ്ട്. കബായിറുകളുണ്ട്, വലിയ തിന്മകളുണ്ട്, അതേപോലെ തന്നെ സഗായിറുകളുണ്ട്, ചെറിയ തിന്മകളുണ്ട്. വലിയ തിന്മകൾ തന്നെ അതിൻ്റെ വലുപ്പത്തിനനുസരിച്ച്, ഗൗരവത്തിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും.
ചെറിയ തിന്മകളും അങ്ങനെയാണ്. എപ്പോഴാണ് മനുഷ്യർ ചെയ്യുന്ന തിന്മകളുടെ കാഠിന്യമേറുക? അത് മനസ്സിലാക്കാൻ ഏതൊരു തിന്മയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച അതിൻ്റെ ലക്ഷ്യത്തിന് ഏറ്റവും അധികം വിരുദ്ധമാവുക, അതാണ് ഏറ്റവും വലിയ തിന്മ. അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ജിന്ന് വർഗങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിനാണ് അല്ലാഹു മനുഷ്യരെ ആകമാനം ജിന്നുകളെയും സൃഷ്ടിച്ചത് ഇബാദത്ത് അല്ലാഹുവിന് മാത്രം അർപ്പിക്കുക. അതിന് തൗഹീദുൽ അമലി എന്നാണ് പറയുക. ഇബാദാത്തുകൾ അല്ലാഹുവിന് മാത്രം അർപ്പിക്കുക എന്നുള്ളതാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏകത്വത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുക, പഠിക്കുക. അവൻ്റെ അഫ്ആലുകളെക്കുറിച്ച്, അവൻ്റെ അസ്മാകളെക്കുറിച്ച്, സിഫാത്തുകളെക്കുറിച്ച്, വിശേഷണങ്ങളെക്കുറിച്ച്, അവൻ്റെ പ്രവർത്തികളെക്കുറിച്ച് പഠിക്കുക. ഇത് തൗഹീദുൽ ഇൽമിയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലാഹു പറയുന്നുണ്ട്, അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതി വമിനൽ അർദി മിസ്ലഹുൻ. 7 ആകാശങ്ങളെയും അതേപോലെ ഭൂമികളെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യതനസ്സലുൽ അംറു ബൈനഹുൻ. അവകളുടെ ഇടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഇറങ്ങുന്നുണ്ട്, വഹ്യികൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ 7 ആകാശങ്ങളെ സൃഷ്ടിച്ചത്, 7 ഭൂമികളെ സൃഷ്ടിച്ചത്, അള്ളാഹു അമ്പിയാക്കന്മാരെ നിയോഗിച്ചത്, പരിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇറക്കിയത്, വഹ്യികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്, ഇതെല്ലാം എന്തിനാണ്? ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമാ. അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ ഇൽമിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതേപ്രകാരം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് അത് സകലതിനെയും വ്യാപിച്ചിരിക്കുന്നതാണ്. ഇത് തൗഹീദുൽ ഇൽമിയാണ്. ഇതിനു വേണ്ടിയിട്ടാണ് 7 ആകാശങ്ങളെ, ഭൂമിയെ സൃഷ്ടിച്ചത് എന്നുള്ള പറയുകയാണ്. അപ്പോൾ ഈ പറയപ്പെട്ട ലക്ഷ്യങ്ങളിൽ നിന്ന് എത്രത്തോളം വിദൂരമാകുന്നുവോ ഒരു പാപം, എതിരാകുന്നുവോ ഒരു പാപം, അതായിരിക്കും ഏറ്റവും വലിയ പാപം. ഈ ഒരു ലക്ഷ്യത്തിന് വിരുദ്ധമാകുന്ന ഏറ്റവും ഗുരുതരമായ പാപം സ്വാഭാവികമായപ്പോൾ എന്താണ്? അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുക, ഷിർക്ക് സംഭവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഷിർക്ക് ഏറ്റവും വലിയ പാപമായി മാറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളോട് ചോദിച്ചു, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ. കബായിറുകളിൽ, വലിയ പാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായ പാപം ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? 3 പ്രാവശ്യം ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യം ചോദിച്ചു. സ്വഹാബികൾ പറഞ്ഞു, ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്. ഞങ്ങൾ പറഞ്ഞു, അതെ റസൂലെ, ഞങ്ങൾക്ക് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്. അല്ലാഹുവിൽ പങ്കുചേർക്കലാണ് വലിയ പാപങ്ങളിൽ തന്നെ ഏറ്റവും ഗുരുതരമായ, ഗൗരവമുള്ള പാപമാണ് അല്ലാഹുവിൽ പങ്കുചേർക്കുക. മറ്റൊരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്തനിബു സബ്അൽ മൂബിഖാത്ത്. നാശകാരികളായ, ഏറ്റവും അപകടം നിറഞ്ഞ 7 കാര്യങ്ങൾ നിങ്ങൾ വർജിക്കണം, മാറ്റി നിർത്തണം. സ്വഹാബികൾ ചോദിച്ചു, ഏതാണ് അല്ലാഹുവിൻ്റെ റസൂലേ അങ്ങനെയുള്ള കബായിറുകൾ, വലിയ പാപങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി എണ്ണി അശ്ർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കബായിറുകളിൽ ഏറ്റവും ഗുരുതരമായത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതേപോലെ തന്നെ 7 വൻ പാപങ്ങൾ എണ്ണിയതിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നതിനെ എണ്ണുകയാണ്. ഇതിന് കാരണം മനുഷ്യൻ എന്തിനാണോ അല്ലാഹു സൃഷ്ടിച്ചത് അതിന് ഏറ്റവും വിരുദ്ധമായ ഒരു കാര്യമാണ് അല്ലാഹുവിൽ പങ്കുചേർക്കുന്നത് എന്നുള്ളതിനാലാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമാണ്. അല്ലാഹു പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹുവിൽ പങ്കുചേർക്കപ്പെടുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ.
അതല്ലാത്ത പാപങ്ങളെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. ഇത് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട ആയത്താണ്. ഒരാൾ മരണപ്പെട്ടാൽ ശിർക്ക് ചെയ്തവനായിട്ട് മരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവന് മഗ്ഫിറത്തില്ല, പാപമോചനമില്ല. അവൻ കാലാകാലം നരകത്തിന് അവകാശിയായിരിക്കും. അവന് പിന്നീട് പാപമോചനം ലഭിക്കുകയില്ല. അതല്ലാത്ത ഏതെങ്കിലും ഒരു പാപം അവൻ അത് ചെയ്തു തൗബ ചെയ്യാതെ മരണപ്പെട്ടുപോയി, എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. അതിൻ്റെ വ്യത്യസ്ത ദറജകളുണ്ട്. ചിലപ്പോൾ ശിക്ഷ കൂടാതെ തന്നെ ചിലപ്പോൾ അള്ളാഹു അവൻ്റെ ഫള് കൊണ്ട് എന്ത് ചെയ്തേക്കാം? പാപമോചനം കൊടുത്തേക്കാം. ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടേക്കാം. ശിക്ഷിക്കപ്പെട്ടാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. എന്നാൽ ശിർക്കാണ് ഒരാൾ സംഭവിച്ചത്, കുഫറാണ് സംഭവിച്ചത്, എന്നാൽ തൗബ ചെയ്യാതെ പിന്നീട് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന് പാപമോചനമില്ല. മരണത്തിന് ശേഷമുള്ള കാര്യമാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ എത്ര വലിയ ഗുരുതരമായ ശിർക്ക് ചെയ്താലും അവൻ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ എന്ത് ചെയ്യും? അള്ളാഹു ഇത് സ്വീകരിക്കും. അപ്പോൾ എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അവൻ വലിയ ഗുരുതരമായ തിന്മയാണ് കെട്ടിച്ചമച്ചുണ്ടാക്കിയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മേൽ അവൻ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരായത്തിൽ ഇങ്ങനെയാണ്, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ളല്ല ളലാലൻ ബഈദ. മേൽ സൂചിപ്പിച്ച ആയത്തിന് ശേഷമുള്ള രണ്ട് ആയത്തുകളിൽ വ്യത്യസ്ത രൂപമാണ്. ഒരായത്തിൽ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഇഫ്തറാ ഇസ്മൻ അദീമ, മറ്റൊന്നിൽ ഫഖദ് ളല്ല ളലാലൻ ബഈദ, വളരെ വിദൂരമായി അവൻ ശരിയായ വഴിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? വഴിതെറ്റിയിട്ടുണ്ട് എന്നല്ലാഹു പറയുകയാണ്. വീണ്ടും അല്ലാഹു പറയുന്നു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ. ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ, സ്വർഗം അവൻ്റെ മേൽ അള്ളാഹു നിഷിദ്ധമാക്കി, അവൻ്റെ സങ്കേതം നരകമായിരിക്കും. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. പിന്നീട് അവൻ അതിൽ നിന്ന് കരകയറ്റാൻ, രക്ഷപ്പെടുത്താൻ ഒരു സഹായിയും ഉണ്ടാവുകയില്ല. ശിർക്ക് ചെയ്തവനായ നിലയിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ സ്വർഗം തീർത്തും അവന് നിഷിദ്ധമാണ്. ഒരാൾ അല്ലാത്ത പാപങ്ങൾ ചെയ്തു, അവന് ചില പാപങ്ങൾ ചെയ്ത ആളുകൾക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന ഹദീസുകളിൽ കാണാം. എന്ന് പറഞ്ഞാൽ അത് കാലാകാലം നിഷിദ്ധമാണെന്നല്ല. ചില പാപങ്ങൾ ചെയ്തു, മുവഹിദാണ്, എന്നാൽ കാലാകാലം സ്വർഗം നിഷിദ്ധമാണെന്നല്ല അതിൻ്റെ അർത്ഥം. അവനെന്ത് ചെയ്യും? അവൻ്റെ പാപങ്ങളുടെ പ്രത്യാഘാതങ്ങൾ, അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ അള്ളാഹു അവനെന്ത് ചെയ്യും? സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. പക്ഷേ ശിർക്കാണ് ചെയ്തത് എങ്കിൽ സ്വർഗം തീർത്തും അവനെന്താണ്? നിഷിദ്ധമായിരിക്കും. അവന് സ്വർഗപ്രവേശനം സാധ്യമേയല്ല. അവൻ്റെ ശാശ്വതമായ ഗേഹം നരകമായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ യാതൊരു സഹായിയും പിന്നെ ഉണ്ടാവുകയില്ല. വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. വളരെ ഗുരുതരമായ ശിർക്കിൻ്റെ ഒരു പ്രത്യാഘാതം അള്ളാഹു പറയുകയാണ്. അമ്പിയാക്കന്മാരെ സംബന്ധിച്ചാണ് പറയുന്നത്, മുർസലീങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അവരെങ്ങാനും അള്ളാഹുവിൽ പങ്കുചേർത്താൽ അവർ ചെയ്തിരിക്കുന്ന അമലുകൾ അഖിലവും അത് പൊളിഞ്ഞു പോകുന്നതാണ്. അമ്പിയാക്കന്മാർ ചെയ്യുന്ന അമലുകൾ എത്ര ഇഖ്ലാസുള്ള അമലുകളായിരിക്കും, എത്ര സുന്ദരങ്ങളായ അമലുകളായിരിക്കും. അപ്പോൾ ചെയ്തിരിക്കുന്ന അമലുകൾ എത്ര ശ്രേഷ്ഠമാകട്ടെ, എത്ര വലുപ്പമുള്ളതാകട്ടെ, ശിർക്ക് സംഭവിച്ചോ അത് ചെയ്തവത് ആരാകട്ടെ, എന്ത് ചെയ്യൂല? അവൻ ചെയ്തിരിക്കുന്ന അമലുകൾ അഖിലവും അത് പൊളിഞ്ഞു പോകും. എത്രത്തോളം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അള്ളാഹു ഇത് പറയുകയാണ്, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക്. നബിയെ, താങ്കൾക്കും താങ്കളുടെ മുമ്പുള്ള അംബിയ മുർസലീങ്ങൾക്കും നാം വഹി നൽകിയിട്ടുണ്ട്. അള്ളാഹു വഹി നൽകിയിട്ടുണ്ട്, വഹി നൽകപ്പെട്ടിട്ടുണ്ട്. എന്താണ്? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ മുഴുവൻ അമലുകളും അത് മുഖേന ബാത്തിലായി പോകും, നഷ്ടക്കാരിൽപ്പെട്ടു പോകും എന്ന് എല്ലാ അംബിയ മുർസലീങ്ങൾക്കും
വഹി നൽകപ്പെട്ടിട്ടുണ്ട്, താങ്കൾക്കും വഹി നൽകപ്പെടുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ ഒരാൾ ചെയ്തിരിക്കുന്ന അമലുകൾ എത്രയാണെങ്കിലും, എത്ര നമസ്കരിച്ചവനാണെങ്കിലും, എത്ര നോമ്പെടുത്തവനാണെങ്കിലും, സക്കാത്ത് കൊടുത്തവനാണെങ്കിലും, സ്വതക്കകൾ കൊടുത്തവനാണെങ്കിലും, ഹജ്ജും ഉംറയും നിർവഹിച്ചവനാണെങ്കിലും, മാതാപിതാക്കളെ നല്ല രീതിയിൽ പരിപാലിക്കുന്നവനാണ്, അയൽവാസികളോടുള്ള മര്യാദകൾ പാലിക്കുന്നുണ്ട്, എല്ലാ നന്മകളും ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാർഗത്തിൽ ധാരാളം കഷ്ടപ്പാടുകൾ സഹിക്കുന്നുണ്ട്, ഇവകളെല്ലാം എന്ത് ചെയ്യും? ബാത്തുലായി പോകും. അത് ചെയ്യുന്നവർ എത്ര മഹത്വമുള്ളവരാകട്ടെ, എന്നാലും അമലുകൾക്ക് എത്ര സമ്പത്ത് ചെലവഴിക്കട്ടെ, എത്ര സമയം ചെലവഴിക്കട്ടെ, ശിർക്ക് സംഭവിച്ചോ, എന്നാൽ അമലുകൾ മുഴുവൻ ഉണ്ടാകും, ബാത്തുലായി പോകും. വലിയ ശിർക്കാണ് എങ്കിൽ മുഴുവൻ അമലുകളും ബാത്തുലായി പോകും. ചെറിയ ശിർക്കാണ് സംഭവിച്ചത് എങ്കിൽ ഏത് അമലിലാണോ സംഭവിച്ചത് എന്ത് ചെയ്യും? ബാത്തുലായിരിക്കും. അപ്പോൾ ശിർക്കിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇങ്ങനെ വലിയ ഗുരുതരമായത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തണം. നമ്മുടെ വാക്കുകളിലോ പ്രവർത്തികളിലോ വിശ്വാസങ്ങളിലോ ഒന്നും ശിർക്കിൻ്റെ അംശം കടന്നു വരാൻ പാടില്ല. അതിന് നല്ല ജാഗ്രത പാലിക്കൽ വിശ്വാസികളുടെ മേൽ അനിവാര്യമായ കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അള്ളാഹു ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകളുണ്ടാകും. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന അധികം ആളുകളും ശിർക്ക് ചെയ്യുന്നവരാണെന്നാണ്. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. അവരിൽ അധികവും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, എപ്രകാരമല്ലാതെ അവർ ശിർക്ക് ചെയ്യുന്നവരായിട്ടല്ലാതെ. ഉലമാക്കൾ അതിന് വിശദീകരിച്ചത് മക്കയിലെ ജാഹിലിയ കാലഘട്ടത്തിലെ കുഫാറുകളെക്കുറിച്ച്, മുശ്രിക്കീങ്ങളെക്കുറിച്ചാണ്. അവർ അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവാണ് സൃഷ്ടാവ്, ഉടമസ്ഥൻ, പരിപാലകൻ എന്നെല്ലാം വിശ്വസിച്ചിരുന്നു. പക്ഷേ അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിനോട് കൂടെ അവരെന്ത് ചെയ്തു? ശിർക്ക് ചെയ്തു, അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്തുകൾ കൊടുത്തു. അപ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാകുന്നില്ല, അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നവകളെ എന്ത് ചെയ്യണം? ത്വാഗൂത്തുകളെ നിഷേധിക്കുകയും ചെയ്യണം. അപ്പോൾ അള്ളാഹു വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാൾ സമാധാനമടഞ്ഞുകൂടാ. ഞാൻ മുവഹിദാണ്, മുസ്ലിമാണ്, മുഅ്മിനാണ് എന്ന് ആശ്വസിക്കേണ്ടതില്ല. ശിർക്ക് വരാതിരിക്കണം. അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സകലതിനെയും എന്ത് ചെയ്യണം? നിഷേധിച്ച് തള്ളണം. എന്നാലാണ് അവൻ യഥാർത്ഥത്തിൽ വിശ്വാസിയായി തീരുക. ശിർക്ക് വളരെ ഗോപ്യമായി കൊണ്ടുവരെയും മനുഷ്യരിലേക്ക് കടന്നുവരും, അറിയാതെ തന്നെ പലപ്പോഴും കടന്നു വന്നേക്കാം. എന്നതുകൊണ്ട് അംബിയാ മുർസലീങ്ങൾ വരെയും നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്, വജ്നുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. വിഗ്രഹങ്ങളെ തച്ചുടച്ചയാളാണ് ആര്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. മുർസലീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുർസലീങ്ങളിൽപ്പെട്ടയാളാണ്, ഉലുൽ അസ്മിൽപ്പെട്ടതാണ്. ഉലുൽ അസ്മുകളിൽ തന്നെ ശ്രേഷ്ഠരായ രണ്ടുപേരിൽപ്പെട്ടതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ രണ്ട് ഖലീലുമാരാണുള്ളത്, അവരിൽ ഒരാളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, വിഗ്രഹത്തെ ഇബാദത്ത് ചെയ്യുന്നവരെ ആക്കാതെ എന്നെയും എൻ്റെ മക്കളെയും അതിൽ നിന്ന് കാത്തുരക്ഷിക്കണം, അതിൽ നിന്ന് വിദൂരത്താക്കണം എന്നാണ് പറയുന്നത്. അപ്പം എത്ര പേടിയുണ്ടാകും ഇബ്രാഹിം അലൈഹിസ്സലാമിന്? വിഗ്രഹാരാധന അത് തീർത്തും അള്ളാഹുവിന് ദേഷ്യമുള്ള, കോപമുള്ള, കഠിനമായ പാപമാണെന്ന് മനസ്സിലാക്കി അതിനെതിരെ പടപൊരുതിയ, വീട് വിട്ടിറങ്ങേണ്ടി വന്ന, നാട് വിട്ടു പോകേണ്ടി വന്ന, വലിയ പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിക്കേണ്ടി വന്ന നബിയാണ് ആര്? ഇബ്രാഹിം അലൈഹിസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാം പേടിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അള്ളാഹുവേ എന്നെയും എൻ്റെ മക്കളെയും അതിൽ നിന്ന് അകറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ശിർക്കുൽ അസ്ഗറാണ് നിങ്ങളിൽ ഞാൻ പേടിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ഗുരുതരമായി പേടിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, കറുത്ത പാറയുടെ മേലെ സഞ്ചരിക്കുന്ന ഒരു കറുത്ത ഉറുമ്പ്, അതിൻ്റെ കാൽപ്പാടുകൾ എത്ര ഗോപ്യമായിരിക്കുമോ, രഹസ്യമായിരിക്കുമോ, അതിനേക്കാൾ അഖ്ഫയായ നിലയിൽ എന്തുണ്ടാകും? നിങ്ങളിലേക്ക് ശിർക്ക് വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിന് മുമ്പ്, രാവും പകലും അവസാനിക്കുന്നതിന് മുമ്പ്
ഈ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ എന്ത് ചെയ്യും? വിഗ്രഹാരാധകരായി മാറും, അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്ന മുശ്രിക്കീങ്ങളിൽ പെട്ടുപോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ശിർക്ക് സംഭവിക്കാതിരിക്കാൻ, വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ തിന്മയിൽ നിന്ന് അകലാൻ അതിനെക്കുറിച്ച് പഠിക്കൽ അനിവാര്യമാണ്. തൗഹീദ് എന്താണെന്ന് പഠിക്കണം, അതോടൊപ്പം തന്നെ ശിർക്കും എന്താണെന്ന് പഠിക്കണം. എന്നാൽ മാത്രമേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, എപ്പോഴാണോ ഇസ്ലാമിൽ ജാഹിലിയ്യത്ത് എന്താണെന്ന് തിരിയാത്തതായ തലമുറകൾ വളർന്നു വരുന്നത്, അപ്പോൾ ഇസ്ലാമിൻ്റെ കെട്ടുകൾ അതൊന്നൊന്നായി അഴിഞ്ഞഴിഞ്ഞു പോകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തിന്മകൾ എന്താണെന്ന് പഠിക്കണം, ശിർക്ക് എന്താണെന്ന് മനസ്സിലാക്കണം, കുഫർ എന്താണെന്ന് മനസ്സിലാക്കണം. എന്നാലേ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഹുദൈഫ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതുപോലെ ആളുകൾ നന്മയെക്കുറിച്ച് ധാരാളം ചോദിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഏറ്റവും ശ്രേഷ്ഠമായ അമലേതാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നതായ കർമ്മം ഏതാണ് എന്നെല്ലാം ചോദിക്കുമായിരുന്നു. എന്നാൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു നൽകിയ വലിയ തൗഫീഖാണ്. അള്ളാഹു ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ നൽകിയിരിക്കുന്ന വലിയൊരു തൗഫീഖാണെന്ത്? തിന്മയെക്കുറിച്ച് ചോദിക്കുക. എന്തിനു വേണ്ടിയിട്ട്? തിന്മയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഹുദൈഫ റളിയല്ലാഹു അൻഹു ഏതൊക്കെയാണ് തിന്മകൾ, തിന്മകളെ സംബന്ധിച്ച് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്തഖീമായ വഴി ഏതാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുസ്തഖീമായ വഴിയിൽ നിന്ന് തെന്നിപ്പോയ, വഴി പിഴച്ച കക്ഷികൾ, അവരുടെ പ്രത്യേകതകളും കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പഠിപ്പിച്ചിട്ടുണ്ട്. ആശയക്കുഴപ്പങ്ങളില്ലാതെ ഖുർആനും സുന്നത്തും മനുഷ്യർക്ക് ഏറ്റവും വ്യക്തമാക്കി പഠിപ്പിച്ചു കൊടുത്ത ഒരു കാര്യം തൗഹീദാണ്. അതേപ്രകാരം തന്നെ പാടില്ലാത്ത കാര്യങ്ങളിൽ ഏറ്റവും ശക്തമായി വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടതും ഏത് തന്നെയാണ്? ശിർക്കാണ്. തൗഹീദ് എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ശിർക്കിൻ്റെ അപകടത്തെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? വളരെ വ്യക്തമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാലും പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? ശിർക്ക് ആളുകളിലേക്ക് ധാരാളമായി കൊണ്ട് കടന്നു വരുന്നത് സ്വാഭാവികമാണ്, അത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ അനിവാര്യമാണ്. ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഉലമാക്കൾ അതിന് നൽകിയിരിക്കുന്ന നിർവചന പ്രകാരമാണ്. തസ്വിയത്തു ഗൈരില്ലാഹി ബില്ലാഹ് ഫീമാ ഹുവ മിൻ ഖസാഇസില്ലാഹ്. സൃഷ്ടികളെ അള്ളാഹു അല്ലാത്തവനെ അള്ളാഹുവിനോട് സമപ്പെടുത്തലാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഏത് കാര്യത്തിലാണ്? അള്ളാഹുവിൻ്റെ ഖസാഇസുകളിൽപ്പെട്ട, പ്രത്യേകതകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാളെ അള്ളാഹുവിനോട് സമമാക്കുക. ഇതിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഇത് വലിയ ശിർക്കിലും ഉണ്ടാകും, ചെറിയ ശിർക്കിലും ഉണ്ടാകും. വലിയ ശിർക്കിൽ അത് എന്താണ് സംഭവിക്കുക? ഈ തസ്വിയത്ത്, ഈ സമപ്പെടുത്തൽ തീർത്തും അള്ളാഹുവിനെ പൂർണ്ണമായും വേറൊരാളെ അള്ളാഹുവിലേക്ക് സമപ്പെടുത്തി കഴിഞ്ഞാൽ അത് വലിയ ശിർക്കായി മാറും. എന്നാൽ ചെറിയ ശിർക്കിലും ഈ സമപ്പെടുത്തലുണ്ട്. പക്ഷെ അത് തീർത്തും അങ്ങേയറ്റത്തെ ഒരു സമപ്പെടുത്തലല്ല. ഉദാഹരണത്തിന് ഒരാൾ ഉപ്പയെ പിടിച്ച് സത്യം ചെയ്തു, അല്ലെങ്കിൽ ഉമ്മയാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്തു. ഉമ്മ അള്ളാഹുവിന് തുല്യനാണ് എന്നുള്ള അർത്ഥത്തിലാണ്, മഹത്വത്തിൽ അള്ളാഹുവിനെ പോലെയാണ് എന്നുള്ള അർത്ഥത്തിലാണ് ഒരാൾ അങ്ങനെ പറഞ്ഞതെങ്കിൽ എന്താണ്? അത് വലിയ ശിർക്കാണ്, അത് ചെറിയ ശിർക്കല്ല. നേരെ മറിച്ച് അവനതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കാതെ പറയുമ്പോഴാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ പോലെയാണ് എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ ചെയ്യുമ്പോഴാണ് അതെന്തായി മാറുക? ചെറിയ ശിർക്കായി മാറുക. അപ്പോൾ എവിടെയാണെങ്കിലും അങ്ങനെ മഹത്വപ്പെടുത്തേണ്ടവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ്. അവിടെ ഒരു തസ്വിയത്ത് വരുന്നുണ്ട്, ഒരു സമപ്പെടുത്തൽ വരുന്നുണ്ട്. തീർത്തും അങ്ങേയറ്റത്തെ തസ്വിയത്താണ് എങ്കിൽ അത് വലിയ ശിർക്കായി മാറും, അതല്ല എങ്കിൽ ചെറിയ ശിർക്കായി മാറും. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഖസായിസുകളിൽ ഇങ്ങനെ പങ്കുചേർക്കുന്നതിനാണ് ശിർക്ക് എന്ന് പറയുക. അത് ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിലാകാം. അള്ളാഹു മാത്രമാണ് റബ്ബ്, അവൻ മാത്രമാണ് സൃഷ്ടാവ്, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ, ഉടമസ്ഥൻ, പരിപാലിക്കുന്നവൻ,
റിസ്ക് നൽകുന്നവൻ, ജീവിപ്പിക്കുന്നവൻ, മരിപ്പിക്കുന്നവൻ, നിയമങ്ങൾ നൽകുന്നവൻ, ഇത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ കാര്യമാണ്. അപ്പോൾ റുബൂബിയ്യത്തിൽ അള്ളാഹു അല്ലാത്തവനെ ഒരാൾ സമപ്പെടുത്തി, അല്ല വേറൊരാളാണ് സൃഷ്ടാവ്, ഇന്ന ഷെയ്ഖാണ്, അല്ലെങ്കിൽ ഇന്ന വലിയാണ്, അല്ലെങ്കിൽ ഇന്ന ദൈവമാണ് എന്ന് പറഞ്ഞാൽ അത് റുബൂബിയ്യത്തിൽ അള്ളാഹു അല്ലാത്തവൻ അള്ളാഹുവിനോട് പങ്കുചേർക്കലായി. അതല്ലെങ്കിൽ ഉലൂഹിയ്യത്തിലാകാം, ഇബാദത്തിന് അർഹതയുള്ളവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖസായിസുകളിൽപ്പെട്ടതാണത്. ഇബാദത്ത് ചെയ്യപ്പെടേണ്ടത്, പ്രാർത്ഥിക്കപ്പെടേണ്ടത്, രക്ഷ ചോദിക്കപ്പെടേണ്ടത്, നേർച്ച അർപ്പിക്കപ്പെടേണ്ടത്, ബലികർമ്മം നടത്തപ്പെടേണ്ടത്, പ്രതീക്ഷ അർപ്പിക്കപ്പെടേണ്ടത്, ഭരമേൽപ്പിക്കപ്പെടേണ്ടത്, യഥാവിധം സ്നേഹിക്കപ്പെടേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഇങ്ങനെ ഇബാദത്തുകളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഇനം അള്ളാഹു അല്ലാത്തവർക്ക് ഒരാൾ സമർപ്പിച്ചു, അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകതയായി ഉലൂഹിയ്യത്തിൽ അവൻ എന്ത് ചെയ്തു? അള്ളാഹു അല്ലാത്തവനെ സമനാക്കി. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അസ്മാകൾ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അവൻ്റെ വിശേഷണങ്ങളിലാകാം ചിലപ്പോൾ ശിർക്ക് സംഭവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന നാമങ്ങൾ, വിശേഷണങ്ങൾ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചിരിക്കുന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, ഇത് വിശ്വസിക്കൽ അനിവാര്യമാണ്. അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്. അവർ എന്താണോ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ പേരുകൾ അല്ലെങ്കിൽ വിശേഷണങ്ങൾ, ഇതങ്ങനെ തന്നെ വിശ്വസിക്കണം. അസ്മാ സിഫാത്തുകളിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. എന്താണോ അള്ളാഹുവിനെ കുറിച്ച് അവൻ നമുക്ക് പറഞ്ഞു തന്നത്, അതങ്ങനെ തന്നെ വിശ്വസിക്കൽ അനിവാര്യമാണ്. അതിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, അങ്ങനെ പറഞ്ഞിരിക്കുന്ന നാമങ്ങളിലും വിശേഷണങ്ങളിലും അള്ളാഹുവിന് തുല്യമായിട്ട് വേറെ ഒരു വിശേഷണവുമില്ല, വേറെ നാമവുമില്ല. അത് അള്ളാഹുവിന് പ്രത്യേകമാക്കപ്പെട്ടതാണ്. ഇത് വിശ്വസിക്കൽ അസ്മാ സിഫാത്തുമായി ബന്ധപ്പെട്ട തൗഹീദിൽ അനിവാര്യമായ കാര്യമാണ്. ഒന്ന്, എന്തെല്ലാം പറയപ്പെട്ടിട്ടുണ്ടോ അങ്ങ് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. മറ്റൊരു കാര്യം, അതിൽ അള്ളാഹുവിന് തുല്യമായിട്ട് എന്തില്ല? ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകൾ, ഇപ്പോൾ അള്ളാഹുവിന് വജ്ഹുണ്ട്, നമുക്കും വജ്ഹുണ്ട്. ഇത് തുല്യമായ വജ്ഹാണോ? ഒരേപോലുള്ളതാണോ? ഒരിക്കലുമല്ല. മുഹമ്മദിന് വജ്ഹുണ്ട്, സെയ്ദിന് വജ്ഹുണ്ട്. മുഹമ്മദിൻ്റെ വജ്ഹ് പോലെയാണോ സെയ്ദിൻ്റെ വജ്ഹ്? ആണോ? അല്ല. ആനയ്ക്ക് കൈയുണ്ട്, ഉറുമ്പിനും കൈയുണ്ട്. അള്ളാഹുവിൻ്റെ കൈ ഉറുമ്പിൻ്റെ കൈ പോലെയാണ് ആനയുടെ കൈ. സൃഷ്ടികൾക്ക് തന്നെ ഒരേ പേരിലുള്ള ധാരാളം വിശേഷണങ്ങൾ ഉണ്ടാകും. ഇത് ഓരോ സൃഷ്ടികളിലൊന്നുണ്ട്, വേറെ വേറെയാണ്. അപ്പോൾ പിന്നെ സൃഷ്ടാവിന് ഒരു സിഫത്തുണ്ട്, അത് മനുഷ്യരുടെ സിഫത്ത് പോലെ എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? സൃഷ്ടികളുടെ ഇടയിലുള്ള നമ്മളങ്ങനെ കരുതുന്നില്ല. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന് വജ്ഹുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് സൃഷ്ടികളോട് അള്ളാഹുവിനെ തുല്യപ്പെടുത്തി എന്ന് കരുതുക? അതുകൊണ്ട് അള്ളാഹുവിന് അവൻ ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന സിഫാത്തുകളൊന്നും തന്നെ എന്തല്ല? സൃഷ്ടികളുടെ ഏതെങ്കിലും സിഫാത്തുകൾ പോലെയല്ല. ഇതാണ് രണ്ടാമതിൽ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത് മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ രൂപത്തെ, കൈഫിയ്യത്തിനെ, അതിനെ അത് മനസ്സിലാക്കാൻ സന്നദ്ധനാകാതിരിക്കുക. അത് ഇന്നതുപോലെയാണ് എന്നെന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. ഇന്ന രൂപം പോലെയാണ് എന്നുള്ള കൈഫിയ്യത്ത് അതിനെ സങ്കല്പിച്ചു കൊടുക്കേണ്ടതില്ല. ഈ രീതിയിൽ അള്ളാഹു അവനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അസ്മാകളും സിഫാത്തുകളും അതിന് നിഷേധിക്കാൻ പാടില്ല, ഉണ്ടെന്ന് വിശ്വസിക്കണം. അതിനെ വേറെ ഏതെങ്കിലും അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതേപോലെ തന്നെ അതിനെ തശ്ബീഹ് വേറെ ഒന്നുമായിട്ട് സാദൃശ്യപ്പെടുത്താൻ പാടില്ല. അതിന് ഇന്നൊരു പ്രത്യേകമായ രൂപങ്ങൾ സങ്കല്പിക്കപ്പെടാൻ പാടില്ല. ഈ രീതിയിൽ അങ്ങനെയൊന്നും ചെയ്യാതെ പൂർണ്ണാർത്ഥത്തിൽ അതിനെന്ത് ചെയ്യുക? വിശ്വസിക്കുക. അതല്ല എങ്കിൽ എന്ത് ചെയ്യും? അസ്മാകളിലും സിഫാത്തുകളിലും ശിർക്ക് സംഭവിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഖസായിസുകളിൽപ്പെട്ട, പ്രത്യേകതകളിൽപ്പെട്ട
അവൻ്റെ റുബൂബിയ്യത്തിലോ ഉലൂഹിയ്യത്തിലോ അസ്മാ സിഫാത്തുകളിലോ അള്ളാഹു അല്ലാത്ത ഒരാളെ അള്ളാഹുവിനോട് സമമാക്കിയാൽ അതിനാണ് എന്തെന്ന് പറയുക? ശിർക്ക് എന്ന് പറയുക. ഇവിടെ നമുക്ക് പ്രത്യേകമായി പരാമർശിക്കപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണ്? ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശിർക്കും അതേപോലെ തന്നെ ആധുനിക ശിർക്കും അതിനെ സംബന്ധിച്ചാണ്. ഈ പറയപ്പെട്ട ശിർക്കുകളിൽ എല്ലാം തന്നെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ട്. പക്ഷേ എല്ലാ ഉമ്മത്തുകളിലും എല്ലാ സമൂഹങ്ങളിലും പഴയകാലത്തും ഇക്കാലത്തും വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ശിർക്ക് ഉലൂഹിയ്യത്തിലുള്ള ശിർക്കാണ്. അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ വകവച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വ്യാപകമായി നടക്കുന്ന ശിർക്ക്. മറ്റിന് 3 ശിർക്കുകളും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, ജാഹിലിയ കാലഘട്ടത്തിലെല്ലാം ഉണ്ട്. പക്ഷേ ഏറ്റവും അധികം സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ്? ഏതിലാണ്? ഉലൂഹിയ്യത്തിലുള്ളതായ ശിർക്കാണ്. പക്ഷേ ജാഹിലിയ കാലഘട്ടത്തിലെ ശിർക്കിനേക്കാൾ വളരെ ഗുരുതരമായിട്ടുണ്ട് പലപ്പോഴും ആധുനിക കാലഘട്ടത്തിലെ ശിർക്ക്. അതിൻ്റെ ഒരു താരതമ്യമാണ് ചില വജ്ഹുകളിലൂടെ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാ നൽകിയിരിക്കുന്ന ചില താരതമ്യത്തെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് സംസാരിക്കുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ പറയുന്നുണ്ട്, മുൻഗാമികളുടെ ശിർക്ക് അന്ന മുശ്രികീ സമാനിന അഗ്ലദു ശിർക്കൻ മിനൽ അവ്വലീൻ, നമ്മുടെ ഈ കാലഘട്ടത്തുള്ള ശിർക്കിൻ്റെ ആളുകളുടെ ശിർക്ക് അത് മുൻകഴിഞ്ഞിരിക്കുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ ശിർക്കിനേക്കാൾ കാഠിന്യമേറിയതാണ് എന്ന് പറയുന്നുണ്ട്. അതിന് വ്യത്യസ്തങ്ങളായ കാരണങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ സൂചിപ്പിക്കുന്നുണ്ട്. വേറെയും ധാരാളം ഉലമാക്കൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അന്നൽ അവ്വലീന യുശ്രികൂന ഫിർ റഖാഇ വയുഖ്ലിസൂന ഫിശ്ശിദ്ദ, മുൻകഴിഞ്ഞിരിക്കുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ മുശ്രിക്കീങ്ങൾ അവർ ശിർക്ക് ചെയ്യുന്നത് അവരുടെ ഐശ്വര്യത്തിൻ്റെ ഘട്ടത്തിലായിരിക്കും. വലിയ അതായത് കുടുങ്ങിപ്പോയ സമയത്ത് അവരെന്ത് ചെയ്യും? ഒരു രക്ഷയുമില്ല ഇനി എന്ന് കണ്ടാൽ അവർ അള്ളാഹുവിന് മാത്രം എന്ത് ചെയ്യും? ഇഖ്ലാസോടെ ഇബാദത്ത് ചെയ്യും. അതല്ലാത്ത സമയങ്ങളിൽ പല പല രക്ഷകളുണ്ട് എന്ന് തോന്നുന്ന, അതായത് തീരെ കുടുങ്ങാത്തതായ സന്ദർഭങ്ങളിൽ അവരെന്ത് ചെയ്യും? അവർ ശിർക്ക് ചെയ്യും. എന്നാൽ തീരെ കുടുങ്ങിപ്പോകുന്ന സമയത്ത് അവർ ഇഖ്ലാസോടെ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഇത് ഖുർആൻ പല സ്ഥലങ്ങളിൽ പല വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഒന്നിതാണ് അള്ളാഹു പറയുന്നു, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അവർ കപ്പലിലൂടെ സഞ്ചരിച്ചാൽ അങ്ങനെ കാറ്റും മഴയുമെല്ലാം വന്ന് ആടിയുലഞ്ഞ് നശിക്കും എന്ന് തോന്നിയാൽ, മരിക്കും എന്നുറപ്പായാൽ അപ്പോൾ അവരെന്ത് ചെയ്യും? ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അപ്പോൾ അവർ അള്ളാഹുവിന് മാത്രം ദുആ ചെയ്യും. ഇബാദാത്തുകൾ പൂർണ്ണമായും അള്ളാഹുവിന് മാത്രം അർപ്പിച്ചവരായ നിലയിൽ എല്ലാ ഇബാദാത്തുകളും അവർക്ക് പേടി അള്ളാഹുവിനെ മാത്രമായിരിക്കും. അപ്പോൾ ഭയം അള്ളാഹുവിന് മാത്രമായിരിക്കും. അള്ളാഹുവിനോടായിരിക്കും അപ്പോൾ അവർക്ക് ഇഷ്ടം. ബാക്കിയെല്ലാം എന്ത് ചെയ്യും? വിഗ്രഹങ്ങളൊക്കെ എടുത്ത് പുറത്ത് എറിഞ്ഞളയുന്ന, എന്നിട്ട് അള്ളാഹുവിലേക്ക് തിരിയും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാ ഹും യുശ്രികൂൻ. അങ്ങനെ നാം അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതാ അവരെന്ത് ചെയ്യുന്നു? പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നു. അപ്പോൾ തീരെ കുടുങ്ങിയ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്തു? ദുആ അള്ളാഹുവിനോട് മാത്രം ചെയ്തു. എന്നാൽ അങ്ങനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു? അള്ളാഹു അല്ലാത്തവരോട് എന്ത് ചെയ്തു? ദുആ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ ഐശ്വര്യത്തിൻ്റെ സമയങ്ങളിൽ മാത്രം ശിർക്ക് ചെയ്യുകയും കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു. എന്നാൽ ആധുനികരായ സമൂഹത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു? മുതഅഖിരീങ്ങളായ ആളുകൾ അവർ എല്ലാ ഘട്ടത്തിലും അവരുടെ
ക്ഷേമത്തിലും ക്ഷാമത്തിലുമെല്ലാം എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്തവർ വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് വ്യത്യസ്ത രൂപങ്ങളിൽ. അതിന് ഉദാഹരണം നമുക്ക് പറയാണ്ട് തന്നെ അറിയാം. എല്ലാ ഘട്ടങ്ങളിലും അവർ അള്ളാഹു അല്ലാത്തവരെ പാപമോചനത്തിന്, സ്വർഗം കിട്ടാൻ, നരകത്തിൽ രക്ഷപ്പെടാൻ, രോഗം മാറാൻ, ജോലി കിട്ടാൻ, ഏത് കാര്യത്തിനും അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, അബൂജഹലിൻ്റെ മകൻ ഇക്രിമ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ചരിത്രം പ്രസിദ്ധമാണ്. അത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹി എല്ലാം ഉദ്ധരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ജയിച്ചടക്കിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളെ കണ്ടിടത്ത് വച്ച് വധിക്കണം എന്ന് എന്ത് ചെയ്തു? കൽപ്പന നൽകി. ചില ആളുകളെ എന്ത് ചെയ്തു? ഇങ്ങനെ മാറ്റി നിർത്തി. ബാക്കി മുഴുവൻ ആളുകൾക്ക് എന്ത് ചെയ്തു? അഫൂ ചെയ്തു, വിട്ടുവീഴ്ച ചെയ്തു. ഇസ്ലാമിന് കഠിനമായ ദ്രോഹം ഏൽപ്പിച്ച ചില ആളുകൾ മാറ്റി നിർത്തി. അതിൽപ്പെട്ട ഒരാളായിരുന്നു ആര്? ഇക്രിമ. ഇക്രിമ എന്ത് ചെയ്തു? ഫറക്കിബൽ ബഹർ, അദ്ദേഹം മക്ക വിട്ടോടി സമുദ്രത്തിലൂടെ സഞ്ചരിക്കുകയാണ്, കപ്പൽ കയറി. ഫഅസാബതുഹും ആസിഫുൻ, അങ്ങനെ വലിയൊരു കൊടുങ്കാറ്റ് അവരെ ബാധിച്ചു. ഫഖാല അസ്ഹാബു സഫീന, അങ്ങനെ കപ്പൽക്കാരൻ അവരോട് പറഞ്ഞു, അഖ്ലിസൂ ഫഇന്ന ആലിഹതകും ലാ തുഗ്നി അൻകും ഷൈഅൻ ഹാഹുനാ. ഇനി നിങ്ങൾ എന്ത് ചെയ്തോ? ഇഖ്ലാസ് ഉള്ളവരായിക്കോ. ഇനി നിങ്ങളുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് മാത്രമാകട്ടെ. ഇനി നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യേണ്ടതില്ല. ഇവിടെ നിങ്ങൾ ഇനി രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ ആലിഹത്തുകൾക്ക് സാധിക്കുകയില്ല, ലാത്തക്ക് സാധിക്കുകയില്ല, മലായിക്കത്തിനോ ജിന്നുകൾക്കോ അമ്പിയാക്കൾക്കോ സ്വാലിഹീങ്ങൾക്കോ സാധിക്കുകയില്ല. ഇനി നിങ്ങൾ ഇഖ്ലാസോടെ അള്ളാഹുവിനോട് ദുആ ചെയ്തോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഇക്രിമ പറഞ്ഞു, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, ലഇല്ലം യുനജ്ജിനി ഫിൽ ബഹരി ഇല്ലൽ ഇഖ്ലാസ്, എന്നെ ഈ സമുദ്രത്തിൽ നിന്ന് ഇഖ്ലാസ് അല്ലാതെ രക്ഷപ്പെടുത്തുകയില്ലെങ്കിൽ, അള്ളാഹുവിനോട് മാത്രം ചെയ്താലാണ് എനിക്കിനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂവെങ്കിൽ, ലാ യുനജ്ജീനി ഫിൽ ബർരി ഗൈറു, കരയിലും അവനല്ലാതെ മറ്റാരും എന്നെ രക്ഷപ്പെടുത്താനില്ല. ഇത് പറഞ്ഞതിൻ്റെ പേരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും ഇവർ ഉപദ്രവിച്ചുകൊണ്ട് ഇത്രകാലം. ഇപ്പം കടലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യാണ്? കപ്പിത്താൻ പറയാണ്, ഇനി നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്താൽ മതി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ, ഇവിടെ രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനല്ലാതെ സാധിക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, എന്നെ ഈ കടലിൽ നിന്ന്, ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ലെങ്കിൽ ആ അള്ളാഹു തന്നെയല്ലേ എന്നെയും എന്ത് ചെയ്യുന്നത്? കരയിലും രക്ഷപ്പെടുത്തുക. അതുകൊണ്ട് അല്ലാഹുമ്മ ഇന്ന ലക അലയ്യ അഹ്ദൻ ഇൻ അൻത ആഫൈതനി മിമ്മാ അന ഫീ അൻ ആതിയ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ അദഅ യദി ഫീ യദിഹി ഫലഅജിദന്നഹു അഫൂവൻ കരീമൻ ഫജാഅ ഫഅസ്ലം. ഇക്രിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കരാർ ചെയ്യുകയാണ്, അല്ലാഹുവേ, ഞാൻ അകപ്പെട്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയാൽ ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോകും, എൻ്റെ കരം അവിടുത്തെ കരത്തിലേക്ക് ചേർത്ത് വയ്ക്കും. ഞാൻ അവിടുത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ ഉദാരനായിക്കൊണ്ട്, കരീമായിക്കൊണ്ട്, വിട്ടുവീഴ്ച ചെയ്യുന്നവനായിക്കൊണ്ട് ഞാൻ കണ്ടെത്തും. അങ്ങനെ ഇക്രിമ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയി. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? മുസ്ലിമായി. അപ്പോൾ അവരുടെ രീതി അതായിരുന്നു. അവരെന്ത് ചെയ്താൽ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ കുടുങ്ങിക്കഴിയുന്ന സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. എന്നാൽ ആധുനികരായ ആളുകൾ കപ്പൽ മുങ്ങുന്നു വിചാരിച്ചാലും, അതല്ലെങ്കിൽ എത്ര പ്രതിസന്ധി ഘട്ടം വന്നാലും അവർ പറയുക അള്ളാഹു അല്ലാത്തവരെ കുറിച്ചാണ്. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ ആരുമില്ല ഞങ്ങൾക്ക്, ഞങ്ങളെ രക്ഷിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എന്ത് ചെയ്തു? ശിർക്കിന്റെ ആളുകൾ ആധുനിക കാലഘട്ടത്തിൽ എത്തിപ്പെട്ടു കഴിഞ്ഞു. അബൂജഹലും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണാം. അതും സ്ഥിരപ്പെട്ട ഹദീസുകളിലുണ്ട്. ബദറിന്റെ തലേ ദിവസം അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പറയുന്നത്? അല്ലാഹുമ്മ അഖ്തഅനാ ലിർ റഹിം, അള്ളാഹുവേ,
ഞങ്ങൾ ഇരുപക്ഷമുണ്ട് ഇവിടെ. അതിൽ ആരാണോ ഏറ്റവും കൂടുതൽ കുടുംബബന്ധം വിച്ഛേദിച്ചവൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദ് ദഅവത്തുമായി രംഗത്ത് വന്നു. പല പ്രശ്നങ്ങളുണ്ടായി സമൂഹത്തിൽ. ഉപ്പയും മക്കളും തെറ്റിപ്പിരിഞ്ഞ അവസ്ഥകളുണ്ടായി. ഭാര്യയും ഭർത്താവും കുടുംബക്കാർ തമ്മിൽ പല പല പ്രശ്നങ്ങളുണ്ടായി, ഒറ്റപ്പെടുത്തലുകളുണ്ടായി. അപ്പോൾ അബൂജഹലിൻ്റെ അഭിപ്രായം എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്ത് ചെയ്തു? കുടുംബങ്ങളെല്ലാം ഛിന്ന ഭിന്നമാക്കി, വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. വഅതാനാ ബിമാ ലാ നഅരിഫു, ഞങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയൊരു മതവുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഞങ്ങളിൽ വന്നവൻ ആരാണോ? ഫഅഹിൻഹുൽ ഗദാത്, നാളെ പ്രഭാതത്തിൽ അള്ളാഹുവെ നീ അവരെ നശിപ്പിച്ച് കളയണമേ. ആരോടാണ് ദുആ ചെയ്യുന്നത്? അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അബൂജഹലാണ് ദുആ ചെയ്യുന്നത്. ഞങ്ങളിൽ ആരാണോ കുടുംബബന്ധം ഏറ്റവും അധികം വിച്ഛേദിച്ചവർ, ഞങ്ങൾക്ക് പരിചയമില്ലാത്തത് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അറബികൾ, മുശ്രിക്കീങ്ങൾ, അവർ അഭിമാനം കൊള്ളുമായിരുന്നു ജൂത നസാറാക്കളോട്, ഞങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പിൻഗാമികളാണ്, അവരുടെ മതത്തിലാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് അഭിമാനം പറയുന്നവരായിരുന്നു ആര്? മക്കാ മുശ്രിക്കീങ്ങൾ. അതിന് വിരുദ്ധമായിട്ട് ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയ മതം കൊണ്ടുവന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് പാരമ്പര്യമായി ഞങ്ങൾക്ക് കിട്ടിയ മതത്തിന് പരിചയമില്ലാത്ത ഇതാ പുതിയൊരു മതവുമായിട്ട് ഞങ്ങളിൽ ആരാണോ വന്നിരിക്കുന്നത് അവൻ നശിപ്പിക്കണമേ എന്ന് അബൂജഹൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അള്ളാഹുവിനോട് അവരെന്ത് ചെയ്യുമായിരുന്നു? കുടുങ്ങിപ്പോകുന്ന ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് മുഖേന ഇവിടെ നമുക്ക് മനസ്സിലായി, ആധുനികരായ ശിർക്കിൻ്റെ അഹ്ലുകാർ അവർ എല്ലാ സമയങ്ങളിലും അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. അവരുടെ ഗ്രന്ഥങ്ങളിലുണ്ട് ധാരാളം, അവരുടെ വാക്കുകളിലും പ്രവർത്തികളിലും അത് ചെയ്യുന്നുണ്ട്, ധാരാളം കാണുന്നുണ്ട്. ഇവർ ചെയ്യുന്ന ഈ കാര്യം അത് ശിർക്ക് തന്നെയാണ്. ഇത് പരിശുദ്ധ ഖുർആനും വളരെ സുവ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹ് പറയുന്നത് കാണാം, ഖുൽ ഉദ്ഉ അല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫ അദ്ദുർരി അൻകും വലാ തഹ്വീല. നബി അവരോട് ചോദിക്ക്, നിങ്ങൾ അള്ളാഹുവിന് പുറമെ നിങ്ങളുടെ ആരാധ്യരാണ് എന്ന് നിങ്ങൾ വാദിക്കുന്ന നിങ്ങളുടെ ആരാധ്യരുണ്ടല്ലോ, അവർ ഏതെങ്കിലും ദുരിതത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാൻ ശക്തിയുള്ളവരല്ല, അതിനുള്ള അവകാശം അവർക്കില്ല. അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റം വരുത്താൻ പോലും എന്ത് ചെയ്യില്ല, നിങ്ങളുടെ ആരാധ്യർക്ക് സാധിക്കൂല എന്നുള്ള പറയണം. നിങ്ങൾ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്ന ആരാണെങ്കിലും അവർ മലായിക്കത്തോട് ദുആ ചെയ്യുമായിരുന്നു, അമ്പിയാക്കളോട്, സ്വാലിഹീങ്ങളോട്, ജിന്നുകളോട്, പല ആരാധ്യരുണ്ടായി. നിങ്ങൾ അള്ളാഹുവിന് പുറമെ എന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും പെട്ടു അതിനകത്ത്. ആരോടെല്ലാം നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യുന്നുവോ നിങ്ങളുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ അവർക്ക് സാധിക്കൂല. അതാർക്കേ സാധിക്കുള്ളൂ? അള്ളാഹുവിന് സാധിക്കൂ. എന്നിട്ട് തൊട്ടുടനെയുള്ള ആയത്തിൽ അല്ലാഹ് പറയാണ്, ഉലൈകല്ലദീന യദ്ഊൻ, അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഈ ആരാധ്യരുണ്ടല്ലോ, അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ഈ ആരാധ്യർ, അത് മലായിക്കത്താകാം, ഈസാ അലൈഹിസ്സലാം ആകാം, ഉസൈർ ആകാം, അല്ലെങ്കിൽ അമ്പിയാക്കളാകാം, സ്വാലിഹീങ്ങളാകാം, ആരുമാകാം. യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല, അവർ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആയത്ത് ഇറങ്ങുന്നതിൻ്റെ പശ്ചാത്തലം ഉലമാക്കൾ പറയുന്നുണ്ട്. രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, മക്കയിലുള്ള മുശ്രിക്കുകൾ ചില ജിന്നുകളോട് എന്ത് ചെയ്യുമായിരുന്നു? ദുആ ചെയ്യുമായിരുന്നു, ഏതെങ്കിലും പ്രയാസം വരുമ്പോൾ നീങ്ങാൻ വേണ്ടിയിട്ട്, പ്രതിസന്ധികൾ തരണം ചെയ്യാൻ. നമ്മുടെ നാടുകളിലും ഉണ്ടങ്ങനെ. വീട് കുറ്റിയടിക്കുമ്പോൾ ചിലപ്പോൾ, ഇപ്പോൾ ഇന്നലെ ഒരാൾ ചോദിച്ചതാണ്, ഏതോ ജിന്നിന് വേണ്ടിയിട്ട് അറിവ് നടത്താൻ ഏതോ മൊയ്ലാര് പറഞ്ഞത്രേ. അപ്പോൾ വീടിന് പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. കുറ്റിയടിക്കുമ്പോൾ അല്ലെങ്കിൽ കട്ടില വയ്ക്കുമ്പോൾ എന്ത് ചെയ്യുക? ഒരു അറിവ് നടത്തുക. ഏതിനാ? സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ജിന്നിന് എന്ത് ചെയ്യണം? ഒരു നേർച്ച നേരണം, ബലിയർപ്പിക്കണം, എന്നാൽ പ്രയാസം ഉണ്ടാവില്ല. ഇവിടെ അള്ളാഹ് പറയാണ്, എന്താണ്? അള്ളാഹുവിന് പുറമെ അവർ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ആലിഹത്തിന് ഒരു പ്രയാസവും ദൂരീകരിക്കാൻ സാധിക്കൂല. എന്നിട്ട് അള്ളാഹ് പറയാണ്, അവരിങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ആരാധ്യരുണ്ടല്ലോ, യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖറബ്, അവരിൽ ഏറ്റവും അള്ളാഹുവിലേക്ക് അടുത്തവർ വരെയും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ ഏതുണ്ട്? സൽക്കർമ്മങ്ങളാൽ കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അവർ അതിനു വേണ്ടിയിട്ട് മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബ ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട്, അവൻ്റെ ശിക്ഷയെ സംബന്ധിച്ച് പേടിച്ചുകൊണ്ട് ഇവരുടെ ആരാധ്യർ അള്ളാഹുവിലേക്ക് അടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഈ ജിന്നുകൾ എന്ത് ചെയ്തു? മക്കാ മുശ്രിക്കുകൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ ഇവർ ജിന്നുകളോടാണ് പറയുന്നത്. ജിന്നുകളടക്കം മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേട്ടിട്ട് ഈ പറയുന്ന ജിന്നുകൾ മുസ്ലിമീങ്ങളായി. ഇവർ മുസ്ലിമായത് ആരറിഞ്ഞില്ല? മുശ്രിക്കീങ്ങൾ അറിഞ്ഞില്ല. ഈ ജിന്നുകൾ അള്ളാഹുവിനെ വിളിക്കാൻ വേണ്ടി തുടങ്ങി, അള്ളാഹുവിലേക്ക് മാർഗങ്ങൾ തേടും. അപ്പോഴാണ് ഈ ആയത്തിറങ്ങണമെന്ന് പറയണം. ഈ ജിന്നുകൾ മുസ്ലിമായത് ഈ വിഭാഗം അറിഞ്ഞില്ല, മുശ്രിക്കീങ്ങൾ അറിഞ്ഞില്ല. എന്നിട്ട് ജിന്നുകൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം തേടി പോവുകയാണ്. ഇവരാകട്ടെ എന്ത് ചെയ്യുന്നു? ജിന്നുകളോട്. അപ്പോൾ സ്വാലിഹീങ്ങളായ ആളുകളോട് ദുആ ചെയ്യുന്നത് ശിർക്കാണെന്നാണ് അല്ലാഹ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ. പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ നിങ്ങൾ ഇബാദത്ത് ചെയ്യും, നിങ്ങളുടെ ആലിഹത്തിന് സാധിക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ഇത് പറയണത്. അപ്പോൾ മഴ വർഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രോഗം മാറാൻ വേണ്ടിയിട്ട്, ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനെയാണ് വിളിക്കേണ്ടത്. അള്ളാഹുവിന് പുറമെ സ്വാലിഹീങ്ങളോട് വിളിച്ചാലും എന്താണ്? അത് ശിർക്ക് തന്നെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞ ന്യായം ഇതാണ്. എന്താണ്? അള്ളാഹുവിന് മക്കാ മുശ്രിക്കുകൾ അല്ലെങ്കിൽ മുൻഗാമികളായ ആളുകളിൽ അവർ ഇടയ്ക്കൊക്കെ അള്ളാഹുവിനെ വിളിക്കുമായിരുന്നു കുടുങ്ങുന്ന ഘട്ടങ്ങളിൽ. പക്ഷേ ഏത് ഘട്ടങ്ങളിലും, വളരെ പ്രയാസകരമായ ഘട്ടത്തിലും അതല്ലെങ്കിൽ എന്താണ് എളുപ്പമുള്ള ഘട്ടത്തിലൊക്കെ എന്ത് ചെയ്യുന്നു? ആധുനികരായ ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് എന്ത് ചെയ്യുന്നുണ്ട്? ഇബാദത്തുകൾ അർപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു ന്യായം, أن الأولين كانوا يدعون مع الله خلقا مقربين من النبيين والملائكة والصالحين أو يدعون أشجارا وأحجارا ليست عاصية. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്ന ആർക്കൊക്കെയാണ്? അവർ അള്ളാഹുവിലേക്ക് അടുത്തതായ മുഖറബീങ്ങളായ ആളുകൾക്കാണ് ഇവർ ഇബാദത്ത് അർപ്പിച്ചത്. മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കീങ്ങൾ അമ്പിയാക്കൾക്ക് അർപ്പിച്ചതുണ്ട്, മലായിക്കത്തിന് അർപ്പിച്ചിട്ടുണ്ട്, സ്വാലിഹീങ്ങൾക്ക് അർപ്പിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ കല്ലുകൾക്കും വൃക്ഷങ്ങൾക്കും. കല്ലുകളും വൃക്ഷങ്ങളും അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ്. കല്ലുകളും വൃക്ഷങ്ങളും പാപികളാണോ? അല്ല. പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നവരാണ്, സുജൂദ് ചെയ്യുന്നവരാണ്. അപ്പോൾ വൃക്ഷങ്ങൾക്കും കല്ലുകൾക്കൊക്കെ ആയിരുന്നു എന്ത് ചെയ്യുന്നത്? അതല്ലെങ്കിൽ അമ്പിയാക്കൾക്കും സ്വാലിഹീങ്ങൾക്കും മറ്റൊക്കെയായിരുന്നു ഇബാദത്ത് ചെയ്തിരുന്നത്. എന്നാൽ പിൽക്കാലഘട്ടത്തിലുള്ള ആളുകളോ, അവർ സകല തിന്മകളും ചെയ്യുന്ന, റുബൂബിയത്തിലും ഉലൂഹിയത്തിലും അസ്മാ സിഫാത്തിലും എല്ലാം തന്നെ ശിർക്ക് കലർത്തിയ പല പല ആളുകളെയും ഇവർ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ അടുത്ത പ്രദേശത്ത് ഇബാദത്ത് ചെയ്യപ്പെടുന്ന വലിയൊരു ശേഖുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കെടുത്താൽ കാണാം. പല രീതികളിലുള്ള കുഫ്രൻ ചിന്താഗതികളിലൂടെ പോയ ആളാണ്. അദ്ദേഹത്തിന് ഇബാദത്ത് ചെയ്യുന്നു. ഇനി അതും വേണ്ട. നമ്മുടെ നാടുകളിൽ പല സ്ഥലങ്ങളിലും, എൻ്റെ നാട്ടിലുണ്ട് ഒരു ആരാധിക്കപ്പെടുന്ന ഖബർ. ഇതാരുടേതാണെന്ന് ചോദിച്ചാൽ ഒരു അഡ്രസ്സുമില്ല. ആരോ സ്വപ്നം കണ്ടു എന്നാണ് പറയണത്. സ്വപ്നം കണ്ടിട്ട് എന്ത് ചെയ്തു? അതും ഇങ്ങനെ മത്ത് പിടിച്ച് നടന്ന ഒരാളാണ് സ്വപ്നം കണ്ടത്. സ്വപ്നം കണ്ടിട്ട് എന്ത് ചെയ്തു? അവിടെ ഒരു ഖബറുണ്ട്, അങ്ങനെ കെട്ടിപ്പൊക്കിയപ്പോൾ വലിയ ആരാധനകൾ നടക്കുകയാണ് അവിടെ. അപ്പോൾ തീർത്തും ഒരു രീതിയിലുള്ളതായ അഡ്രസ്സുമില്ലാത്ത സകലതിനും എന്ത് ചെയ്യുന്നു? ഇബാദത്ത് ചെയ്യുന്ന സമൂഹമായിട്ട് പെരുമാറി. എന്നാൽ മക്കയിലുണ്ടായിരുന്ന പഴയകാല മുശ്രിക്കുകൾ അവർ ഈസാ അലൈഹിസ്സലാമിനെ ഇബാദത്ത് ചെയ്തവരുണ്ട്, ഉസൈറിനെ ഇബാദത്ത് ചെയ്തവരുണ്ട്. അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാലിഹീങ്ങൾക്ക് ഇബാദത്ത് ചെയ്തവരുണ്ട്. ലാത്ത തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത് കാണാം. അതുപോലെ ഇമാം മുജാഹിദ്, ഇമാം അബൂ സാലിഹ് അവരെല്ലാം പറയുന്നത് കാണാം. കാന റജുലൻ യലുത്തു സബീഖ ലിൽ ഹാജി. ഹാജിമാർക്ക് വെള്ളം കൊടുക്കുന്നയാളായിരുന്നു ആര്? ലാത്ത. ഫലമ്മാ മാത അകഫു അലാ ഖബ്രിഹി യഅബുദൂന. ലാത്ത മരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഖബറിന് ചുറ്റും ഭജന ഇരിക്കാൻ തുടങ്ങി, ഖബറിന് ചുറ്റും ഇരിക്കാൻ തുടങ്ങി, എന്നിട്ട് അതിനെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കാണ് അവർ ഇബാദത്ത് ചെയ്തത്. അതേപോലെ തന്നെ അമ്പിയാക്കൾക്കും സാലിഹ്യങ്ങൾക്കുമാണ്. എന്നാൽ ഒരു അഡ്രസ്സുമില്ലാത്ത, ചിലപ്പോൾ മദ്യപിക്കുന്ന, പുകവലിക്കുന്ന, അതേപോലെ തന്നെ ലഹരികൾ ഉപയോഗിക്കുന്ന, വ്യഭിചരിക്കുന്ന,
ഇസ്ലാമിക നിയമങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് അവരെ ഷേഖന്മാരാക്കി വെക്കുന്നു, വലിയകളായിട്ട് പരിചയപ്പെടുത്തുന്നു. എന്നിട്ട് അവരുടെ ഖബറുകൾ കെട്ടി ഉയർത്തുന്നു, അവരോട് ദുആ ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട ധാരാളം വിശ്വാസങ്ങളുണ്ട്. നിങ്ങളുടെ സമൂഹത്തിൽ ചില അടിത്തട്ടിലേക്ക് ഇറങ്ങിയാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് തൗഹീദ് മനസ്സിലാക്കാനും അതുമായി ബന്ധപ്പെട്ട് ഉള്ള സാഹോദര്യങ്ങളും കുടുംബങ്ങളുമുള്ള ആളുകൾക്ക് ചിലപ്പോൾ അത് അറിയാൻ സാധിക്കില്ല. പക്ഷെ സമൂഹത്തിൽ വളരെ മേൽത്തട്ടിൽ നിൽക്കുന്നവരെന്ന് പറയുന്ന ആളുകളിൽ വരെയും ഇതേപോലെ കഠിനമായ ശിർക്കും കുഫറും പേറുന്ന ധാരാളം ഉണ്ട്. നിങ്ങൾക്കറിയാൻ സാധിക്കും, അവരിൽ അടിത്തട്ടിലേക്ക് ഇറങ്ങിയാൽ സാധിക്കും. അപ്പോൾ ഇതാണ് മറ്റൊരു ന്യായം. ആധുനിക ഷിർക്കിൻ്റെ ആളുകൾക്ക് അവരുടെ ഷിർക്ക് കഠിനമാണ് എന്ന് പറയാൻ കാരണം മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർ സ്വാലിഹീങ്ങളോടും മറ്റൊക്കെയാണ് ഇബാദത്ത് ചെയ്തിരുന്നതെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? സകല തോന്നിവാസികളെയും ആരാധ്യരാക്കിക്കൊണ്ട് അവർക്ക് ഇബാദത്ത് ചെയ്യുന്നതായ അവസ്ഥയുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, അന്നൽ അവ്വലീന യഅ്തഖിദൂന അന്നമാ ഹും അലൈഹി മുഖാലിഫുൻ ദഅവത്തൽ അംബിയാഇ വർ-റുസുൽ. മക്ക മുശ്രിക്കുകൾ അവർ അംബിയാ മുർസലീങ്ങളുടെ ദഅവത്തിന് വിരുദ്ധമാണ് ഞങ്ങളുടെ ആശയം എന്ന് അവർ സമ്മതിച്ചിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവരെന്ത് ചെയ്യൂല? അവർ പറയൂല. അവർ ചോദിക്കും, അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഞങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ധാരാളം ആളുകളോട് ചോദിക്കലുണ്ട്. നമ്മുടെ നാടുകളിലുണ്ടല്ലോ, പഠനം നല്ല രീതിയിൽ നടക്കാൻ ഒരു ദൈവം, സാമ്പത്തികമായി അഭിവൃദ്ധി ലഭിക്കാൻ വേറൊരു വിഗ്രഹം, അതേപോലെ തന്നെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ടായി. അതുപോലെ അവരും വ്യത്യസ്ത കാര്യങ്ങൾക്ക് വ്യത്യസ്ത ആളുകളാണ് സമീപിച്ചുകൊണ്ടിരിക്കുക. എല്ലാം കൂടി അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക എന്നുള്ളത് അത്ഭുതകരമാണ് എന്നാണ് അവർ പറയുക. അതുകൊണ്ട് നബി പറഞ്ഞിരിക്കുന്ന ഈ ആശയത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല, ഞങ്ങൾ എന്ത് ചെയ്യും? എല്ലാവരോടും ചോദിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ആധുനികരായ ആളുകൾ ഇവർക്ക് എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആശയം വരെയൊന്നുമില്ല, കൊടുത്തോല. മക്ക മുശ്രിക്കീങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് അവർ പറയാൻ കൂട്ടാക്കാതിരുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഇബാദത്തെല്ലാം അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച പറ്റൂല, അള്ളാഹു അല്ലാത്തവർക്ക് അറിവ് കൊടുക്കാൻ പറ്റൂല, അവരോട് ഇസ്തിഗാസ നടത്താൻ പറ്റൂല. കാരണം ഇബാദത്തിൻ്റെ ഇനങ്ങളെല്ലാം അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ടതാണ് എന്നുള്ളതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അവരെന്ത് ചെയ്തില്ല? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ആധുനികരായ ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്. ചിലപ്പോൾ 70,000 പ്രാവശ്യം പറയും, ഒരുമിച്ച് കൂടിയിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശേഷം എന്ത് ചെയ്യുന്നു? അവർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു, അവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമി ഹഫിളഹുല്ലാഹ് പറയുകയാണ്, മക്ക മുശ്രിക്കുകൾ കാനു ലാ യുശ്രികൂന ബില്ലാഹി ഫീ ശൈഇൻ മിനൽ മുൽക്കി വത്തസറുഫിൽ കുല്ലിയിൽ ആം. മക്ക മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതാവകാശം, കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്നുള്ളതിൽ മൊത്തത്തിൽ അവർക്ക് ആശയക്കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് അള്ളാഹുവാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? അവരംഗീകരിച്ചിട്ടുണ്ട്. പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് ഉടമപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അവരുടെ തൽബിയത്തിൽ അവർ പറയുമായിരുന്നു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ശരീക്കുകൾ, പങ്കാളികളുണ്ട് എന്ന് അവർ അംഗീകരിക്കുമ്പോഴും ആ പങ്കാളികളുടെ മുഴുവൻ ഉടമസ്ഥത ആർക്കാണ്? അള്ളാഹുവിനാണ് എന്ന് അംഗീകരിച്ചവരാണ് ആര്? മക്ക മുശ്രിക്കീങ്ങൾ. എന്നാൽ പിൽക്കാലത്ത് വന്നപ്പോൾ എന്തായി മാറി? ഇതിന് നേർ വിപരീതമായിക്കൊണ്ട് റുബൂബിയ്യത്തിൻ്റെ കാര്യത്തിലും അള്ളാഹുവിൻ്റെ അഫ്ആലുകളിലും ഇവർ പങ്കു ചേർക്കാൻ തുടങ്ങി. ഉടമസ്ഥതയും ലോകം നിയന്ത്രിക്കാനുള്ളതായ തദ്ബീറും ഇതെല്ലാം തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് മാറി. മക്ക മുശ്രിക്കുകൾ ഇങ്ങനെ എന്ത് ചെയ്തിരുന്നില്ല? അള്ളാഹുവിൻ്റെ അഫ്ആലുകളെ അവരുടെ ആരാധ്യർക്ക് വകവെച്ചു കൊടുത്തിട്ടില്ല. ഇത് ഖുർആൻ ധാരാളം സ്ഥലങ്ങളിൽ
സുവ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. നബിയെ, താങ്കൾ അവരോട് ആകാശത്ത് നിന്ന് ഭൂമിയിൽ നിന്ന് റിസ്ക് നൽകുന്നതാരാണ്? മഴ വർഷിപ്പിക്കുന്നത്, അത് മുഖേന കായ്കനികളും ധാന്യങ്ങളുമെല്ലാം നിങ്ങൾക്ക് മുളപ്പിച്ചുണ്ടാക്കി തരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും സംവിധാനിച്ചവൻ ആരാണ്? അമ്മൻ യംലികു സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ, അതേപ്രകാരം ജീവനില്ലാത്തതിന് ജീവനുള്ളതിൽ നിന്ന് ഇതെല്ലാം പുറത്തു കൊണ്ടുവരുന്നവർ ആരാണ്? വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലുന അല്ലാഹ്. കാര്യങ്ങൾ മുഴുവൻ തദ്ബീർ ചെയ്യുന്നവൻ, നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്നെല്ലാം ചോദിച്ചാൽ അവർ പറയും അല്ലാഹുവാണ് എന്നവർ പറയും. ഫഖുൽ അഫലാ തത്തഖൂൻ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ അർപ്പിക്കാത്തത്? ആ അള്ളാഹുവിനെ നിങ്ങൾ യഥാവിധം സൂക്ഷിക്കാത്തത് എന്താണ്? ചോദിച്ചു നോക്കുക. വീണ്ടും അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ ലിമനിൽ അർളു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. ഭൂമിയും അതിലുള്ള സകലതും ആരുടെ മിൽക്കിലാണ്, ആരുടെ ഉടമസ്ഥതയിലാണ് എന്ന് നിങ്ങളൊന്ന് പറയുക, നിങ്ങൾക്ക് അറിവുള്ളവരാണെങ്കിൽ. സയഖൂലൂന ലില്ലാഹ്. അവർ പറയും എന്താണ്? അള്ളാഹുവിൻ്റെ. ഭൂമിയും അതിലുള്ള സകലതും ആരുടെ ഉടമസ്ഥതയിലാണ്? അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്. ഖുൽ മർ റബ്ബുസ് സമാവാതി സബ്ഇ വ റബ്ബുൽ അർശിൽ അദീം. ഏഴാകാശങ്ങളുടെ റബ്ബാരാണെന്ന് അവരോട് ചോദിക്ക്, അർഷിന്റെ റബ്ബാരാണെന്ന് അവരോട് ചോദിക്ക്. സയഖൂലൂന ലില്ലാഹ് ഖുൽ അഫലാ തത്തഖൂൻ. അവർ പറയും അള്ളാഹുവാണെന്ന്. കഴിഞ്ഞ ആഴ്ചകളിലൊരു ഖണ്ഡനം കാണാനിടയായി. രണ്ടു പക്ഷവും സിർക്കിൻ്റെ അഹ്ലുകാരുമായി ബന്ധപ്പെട്ടവരാണ്. ഒരു വിഭാഗം പറഞ്ഞു അർഷിന്റെ ഉടമസ്ഥത, അർഷിനെ നിയന്ത്രിക്കുന്നത് മടവൂർ ഷെയ്ഖാണ്. അപ്പോൾ ഇതുപോലുള്ള ചിന്താഗതികളും വിശ്വാസങ്ങളും സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വലിയ പങ്കുവഹിച്ച അവരിൽപ്പെട്ട ഒരു മുതിർന്ന ഒരു നേതാവ്, അവർക്ക് കാര്യം മുഴുവൻ വിട്ടുപോയി എന്ന് മനസ്സിലായി. സംഗതി ഇതിനെല്ലാം തുടക്കത്തിൽ വളം വെച്ചു കൊടുത്ത് ഇവർ തന്നെയാണ്. ഇപ്പോൾ മടവൂർ ഷെയ്ഖ് റബ്ബാണ് ഇങ്ങനെ പറഞ്ഞ് കൈവിട്ടുപോയി എന്ന് പിടുത്തം കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്തു? രംഗത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു മടവൂർ റബ്ബാണെന്ന് പറഞ്ഞവൻ കാഫിറാണ്, മടവൂരിൻ്റെ കയ്യിലാണ് അർശ് എന്ന് പറഞ്ഞവൻ കാഫിറാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അതിനെ പ്രതിരോധിക്കാൻ അവർ രംഗത്ത് വന്നു. പ്രതിരോധിക്കാൻ രംഗത്ത് വന്നപ്പോൾ ഇത് പറഞ്ഞയാൾ പറയാണ്, അല്ല ഉസ്താദ്, നിങ്ങൾ തന്നെയാണല്ലോ നേരത്തെ മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കയ്യിലാണ് അർഷ് എന്ന് പറഞ്ഞത്. മുഹീദ്ദീൻ ഷെയ്ഖാണ് സകലതും നിയന്ത്രിക്കുന്നത്, അർഷ് മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ കയ്യിലാണ് നിങ്ങൾ പാടിയിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മാലകളിലും മൗലൂദുകളിലും അതുണ്ടല്ലോ എന്ന് പറയണം. അങ്ങോട്ടും വൈരുദ്ധ്യേ. അപ്പോൾ മക്ക മുശ്രിക്കീങ്ങളോട് ചോദിക്കുകയാണ്, ആരാണ് ആകാശഭൂമികളുടെ ഉടമസ്ഥൻ, അർഷിന്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് ചോദിച്ചാൽ സയഖൂലൂന ലില്ലാഹ്. അവർ പറയുമായിരുന്നു അള്ളാഹുവിനാണ് അതിൻ്റെ പൂർണ്ണമായ ആധിപത്യം എന്നവർ പറയുമായിരുന്നു. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ. ലോകത്തിന്റെ മുഴുവനും നിയന്ത്രണം, ആധിപത്യം ആരുടെ കയ്യിലാണ് എന്നവരോട് ചോദിക്ക്. വഹുവ യുജീറു വലാ യുജാറു അലൈ. അവനാണ് സകലർക്കും അഭയം നൽകുന്നവൻ. അവന്റെ ശിക്ഷയിൽ നിന്ന് ആർക്കും അഭയം കൊടുക്കാൻ വേറെ ആർക്കും സാധിക്കൂല. ഇൻ കുന്തും തഅലമൂൻ. നിങ്ങൾക്കറിയുമെങ്കിൽ പറയൂ. സയഖൂലൂന ലില്ലാഹ് ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ. അവർ പറയും അള്ളാഹുവിനാണെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ മാത്രം ബാധ ചെയ്യാത്തത്? അതിൽ നിങ്ങൾ തെറ്റിച്ച് കളയുന്നത് എന്താണ് എന്നവരോട് ചോദിക്കുക. അപ്പോൾ കൃത്യമായിട്ട് റുബൂബിയ്യത്തിലുള്ളതായ ഏകത്വം മൊത്തത്തിൽ അവർ അംഗീകരിച്ചിരുന്നു. എന്നാലും എന്ത് ചെയ്തിട്ടുണ്ട്? പൂർണ്ണമായ റുബൂബിയ്യത്തിൽ അവർ തൗഹീദ് മുറുകെ പിടിച്ചവരാണ് എന്നില്ല. ചില പാളിച്ചകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആധുനികരായ ആളുകൾ റബ്ബ് തന്നെ അള്ളാഹുവിന് പുറമെ പല ഷേഖന്മാരാണ്, അർഷിന്റെ ഉടമസ്ഥത തന്നെ അവരുടെ ഷേഖന്മാരുടെ കൈകളിലാണ് എന്ന് പറയുന്ന അവസ്ഥകളിലേക്ക് വരെയും എന്ത് ചെയ്തിട്ടുണ്ട്? വഴിമാറിയിട്ടുണ്ട്. മറ്റൊരു അത്ഭുതകരമായ ഒരു വ്യത്യാസം, അന്ന കസീറൻ മിനൽ മുതഅഖിരീന ഖസദു മഅബൂദാതിഹിം മിൻ ദൂനില്ലാഹി അലാ ജിഹത്തിൽ ഇസ്തിഖ്ലാൽ. ആധുനികരായ ശിർക്കിന്റെ അഹ്ലുകാരിൽ ധാരാളം ആളുകൾ അവരുടെ മഅബൂദാത്തുകളെ നേരിട്ട് എന്ത് ചെയ്യാണ്? ഇബാദത്ത് ചെയ്യാണ്. ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇവരുടെ മഅബൂദാത്തുകളാണ്, ഇവരുടെ അടയാളന്മാരാണ് എന്നുള്ളതാണ്. അമ്മൽ അവ്വലൂന ഫഖസദു മഅബൂദാതിഹിം ലിതുഖർരിബഹും ഇലല്ലാഹ്. എന്നാൽ മക്ക മുശ്രിക്കീങ്ങൾ അവർ അള്ളാഹുവിന് പുറമെ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ
ജിന്നുകളും മലായിക്കത്തുകൾ ഇവർക്ക് ഇബാദത്ത് ചെയ്തതിന് വേണ്ടിയിട്ടാണ്? ഇവരെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്, അള്ളാഹുവിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അവരുടെ ആഗ്രഹം. അതിനുവേണ്ടി ഇടയാളന്മാരായിട്ട് മക്കാ മുശ്രിക്കുകൾ ആരെ സ്വീകരിച്ചു? ഇടയിൽ അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും ജിന്നുകളെയും മലായിക്കത്തിനെയും സ്വീകരിച്ചു. എന്നാൽ ആധുനികരായ ആളുകളിൽ അള്ളാഹുവിനെ മാറ്റി. ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇവരുടെ മഅബൂദാത്തുകളാണ്. ധാരാളം അവരുടെ പ്രവർത്തികളിലും വാക്കുകളിലും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ പറയുന്നുണ്ട്, വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളായി കൊണ്ട് പല മഅബൂദാത്തുകളെ സ്വീകരിച്ച മക്കാ മുശ്രിക്കുകൾ അവർ പറയും, ഞങ്ങൾ ഈ ആരാധ്യർക്ക് ഇബാദാത്തുകൾ അർപ്പിക്കുന്നത് അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും എല്ലാം ദുആ ചെയ്യുന്നത് എന്തിനാണ്? അവർക്ക് നേർച്ചകൾ കൊടുക്കുന്നത് അവർ ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം. വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്. ഇവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശകരാണ്, അള്ളാഹുവിലേക്കാണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. അതാണ് ആരുടെ വാദം? മക്കാ മുശ്രിക്കുകളുടെ. നമ്മുടെ കേരളത്തിൽ രചിക്കപ്പെട്ട പ്രസിദ്ധമായ ഒരു കാവ്യമാണെന്ത്? മുഹീദ്ദീൻ മാല, കുപ്രസിദ്ധമായത്. അതിലവർ പറയുന്നത് ഇങ്ങനെയാണ്: മുത്താൽ പടച്ച ദുനിയാവിൽ നിൽക്കും നാൾ മൂപ്പർ മുഹീദ്ദീൻ കാവലിൽ ഏകല്ലാ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന സൃഷ്ടിക്കപ്പെട്ട ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് എന്ത് വേണം? മുഹീദ്ദീൻ ഷേഖിൻ്റെ കാവൽ വേണം. അതുകൊണ്ട് അള്ളാഹുവെ, മുഹീദ്ദീൻ ഷേഖിൻ്റെ കാവൽ ഞങ്ങൾക്ക് തരണം. ആരോടാണ് ചോദിക്കുന്നത്? അള്ളാഹുവിനോടാണ്. അള്ളാഹിനെ ഇടയിൽ നിർത്തിക്കാണ്. ആരുടെ കാവൽ കിട്ടാൻ? മുഹീദ്ദീൻ ഷേഖിൻ്റെ കാവൽ കിട്ടാൻ. മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ എന്ത് ചെയ്തു? ഇടയാളന്മാരോട് ചോദിച്ചപ്പോൾ ഇവിടെ മുഹീദ്ദീൻ ഷേഖിൻ്റെ കാവൽ കിട്ടാൻ എന്ത് ചെയ്യുന്നു? അള്ളാഹിനെ ഇടക്കിർത്തി. എത്ര അത്ഭുതകരമാണെന്ന് നോക്കണം. ഇത് നിങ്ങൾക്ക് ധാരാളം സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും, ഇവരുടെ പ്രവർത്തികളിലും മറ്റുമെല്ലാം. പലപ്പോഴും എന്താണ്, അള്ളാഹുവിനേക്കാൾ ഇവർ പേടിക്കുന്നത്, ഭയപ്പെടുന്നത്, സ്നേഹിക്കുന്നത് ഇവരുടെ മഅബൂദാത്തുകളാണ്. ഇവർ അള്ളാഹുവിന് പുറമെ, ഉദാഹരണം പറയാം, ഇപ്പം ഞാൻ ബഖിയത്തു സാലിഹത്തിൽ പഠിക്കുന്ന കാലത്ത് അവിടെ ഇങ്ങനൊരു സർക്കിൾ ഷേപ്പിലുള്ള ഹോസ്റ്റലാണ്. അതിൻ്റെ ഭാഗത്ത് എന്തുണ്ട്? അതിൻ്റെ ഫൗണ്ടർ, അതിൻ്റെ ബാനി, അദ്ദേഹത്തിൻ്റെ ഖബർ ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഈ ഖബർ കിടക്കുന്ന, അതിനോട് ചേർന്ന് കിടക്കുന്ന ബിൽഡിങ്ങുകളിൽ, റൂമുകളിലുള്ള ആളുകൾ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ദുനിയവിയായ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശപ്പെട്ട സംസാരം വരുവാണെങ്കിൽ ചില ആളുകൾ പറയും, ബാനി അവിടെ കിടക്കുന്നുണ്ടോ എന്ന് പറയും. ഈ ഖബറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാൾ കിടക്കുന്നുണ്ട് എന്ന് പറയും. അപ്പോൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. നമ്മളിങ്ങനെ ഈ വർത്താനം പറഞ്ഞാൽ എന്താവില്ല? അദ്ദേഹത്തിൻ്റെ തൃപ്തി കിട്ടൂല, അദ്ദേഹത്തെ പേടിക്കേണ്ടതുണ്ട്. നേരെ മറിച്ച് അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്, അള്ളാഹു നമ്മുടെ സംസാരങ്ങൾ വീക്ഷിക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ചിന്തയില്ല. അതേപോലെ തന്നെ എന്താണ്, ഒരാളോട് തർക്കങ്ങളുണ്ടാകുമ്പോൾ പറയാണ്, നിങ്ങളൊന്ന് അള്ളാഹുവിനെ കുറിച്ച് സത്യം ചെയ്യേ. ചാടി സത്യം ചെയ്യും പല ആളുകളും. ചിലപ്പോൾ വ്യാജമായിട്ടായിരിക്കും പറയണത്. അള്ളാഹുവാണ് സത്യം, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ പിന്നെ ഈ ഉപ്പാപ്പാനെ വിളിച്ച് സത്യം ചെയ്യും, ഖബറിൽ കിടക്കണേ. അപ്പം എന്ത് ചെയ്യൂല? ചെയ്യൂല. കാരണം ഉപ്പാപ്പന് പേടിയാണ്. ഉപ്പാപ്പാനെ പിടിച്ച് സത്യം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് അപകടം ഉണ്ടാവും, എൻ്റെ കാര്യങ്ങൾ നടക്കൂല എന്ന് പേടിയാണ്. ഉപ്പാന്ന് പറഞ്ഞാൽ ഖബറിൽ അടക്കപ്പെട്ടിരിക്കുന്ന ചില ആളുകളെ കുറിച്ച് പറയുന്ന ഇതാണ്. അപ്പോൾ അള്ളാഹുവിന് പുറമെ ഇവർ ലക്ഷ്യം വെക്കുന്നത് തന്നെ ആരെയാണ്? ഈ പറയുന്ന മഅബൂദാത്തുകളെയാണ്. പക്ഷെ മക്കാ മുശ്രിക്കുകൾ അവരുടെ ലക്ഷ്യം അള്ളാഹുവായിരുന്നു. അവരിലേക്ക് എത്താനുള്ള വസീല മാത്രമായിരുന്നു അവരുടെ ആരാധ്യർ എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, അന്ന ആമ്മത ശിർക്കിൽ അവ്വലീന ഫിൽ ഉലൂഹിയ്യ വഹുവ ഫീ ഗൈരിഹാ ഖലീലുൻ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ മക്കാ മുശ്രിക്കീങ്ങളിൽ ഉണ്ടായിരുന്ന ഷിർക്കിൻ്റെ പൊതുവെ ഏറ്റവും വ്യാപകമായിരുന്നത് ഇത് മാത്രമാണ്, ഉലൂഹിയ്യത്തിലുള്ള ഷിർക്കാണ്. അള്ളാഹുവിന് പുറമെ എന്ത് ചെയ്യുന്നു? മറ്റുള്ള ആരാധ്യർക്ക് ഇബാദാത്തുകൾ അർപ്പിക്കുന്നു.
ഇതാണ് വളരെ വ്യാപകമായിട്ട് കണ്ടുവന്നിരുന്നത്. മറ്റുള്ളതിൽ വളരെ കുറവായിരുന്നു, മറ്റുള്ളതിലും ഉണ്ടായിരുന്നു. ലാത്ത എന്നുള്ളത് അള്ളാഹ് എന്നുള്ളതിൽ നിന്ന് വന്നതാണ് എന്ന് പറഞ്ഞിരുന്നു. അത് അസ്മാ സിഫാത്തിൽ സംഭവിക്കുന്ന പിഴവാണ്. ഉസ്സ എന്നുള്ളത് അൽ അസീസിൽ നിന്ന് വന്നതാണ്, അള്ളാഹുവിൻ്റെ പേരിൽ നിന്ന് എന്നവർ പറഞ്ഞിരുന്നു. മന്നാനിൽ നിന്നാണ് മനാത്ത ഉണ്ടായത്. അപ്പം അങ്ങനെയുള്ളത് സംഭവിച്ചിരുന്നു. പക്ഷെ വ്യാപകമായ ഏറ്റവും വലിയ ശിർക്ക് ഏതിലാണ് സംഭവിച്ചിരുന്നത്? ഉലൂഹിയത്തിലാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഫശിർക്കുഹു കസീറുൻ, ധാരാളം ശിർക്കുകൾ എല്ലാ മേഖലയിലുമുണ്ട്. ഫിൽ ഉലൂഹിയത്തി വൽ റുബൂബിയത്തി വൽ അസ്മാഇ വസ്സിഫാത്തി ജമീഅ. അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് ഇബാദത്തുകൾ കൊടുക്കുന്നുണ്ട്. അല്ലാഹു അല്ലാത്തവർ പലരും സൃഷ്ടാക്കളാണെന്നും ഉടമസ്ഥരാണെന്നും നിയന്താക്കളാണെന്നും വാദിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ അസ്മാകളും സിഫാത്തുകളിലും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപകമായി തെറ്റിദ്ധാരണകളും പിഴവുകളും സംഭവിച്ച ആളുകളും ആധുനിക കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. എന്നാൽ എന്താണ് മുൻഗാമികളിൽ അധികമായി ഉണ്ടായിരുന്നത് ഏതാണ്? ശിർക്കുൽ ഉലൂഹിയത്താണ്. അതാണ് സകല സ്ഥലങ്ങളിലും വ്യാപകമായി കണ്ടുവരുന്നത്. പ്രമുഖ മുഫസ്സിർ ഖുർത്തുബി റഹിമഹുല്ല പറഞ്ഞത് കാണാം, അസ്ലു ശിർക്കി, ശിർക്കിന്റെ അടിസ്ഥാനം ഇഅ്തിഖാദു ശരീകിൻ ലില്ലാഹി ഫി ഉലൂഹിയത്തിഹി, അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്ത് എന്നുള്ള പ്രത്യേകത ഉണ്ടല്ലോ അള്ളാഹുവിൻ്റെ. അതിൽ അള്ളാഹുവിനെല്ലാ പങ്കാരുണ്ട്. അള്ളാഹു അല്ലാത്തവരോടും ദുആ ചെയ്യാം, അള്ളാഹു അല്ലാത്തവരോടും ഇസ്തിഗാസകൾ നടത്താം, നേർച്ച നടത്താം, ബലികർമ്മം നടത്താം എന്ന് വിശ്വസിക്കുക. ഇതിലാണ് ഷിർക്കിന്റെ അടിസ്ഥാനം. വഹുവ ഷിർക്കുൽ ആഅ്ദം, അതാണ് ഏറ്റവും ഗുരുതരമായ ഷിർക്ക്. വഹുവ ഷിർക്കുൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലും ആ ഷിർക്കാണ് ഉണ്ടായിരുന്നത്. വയലീഹി ഫിർ റുത്ബത്തി ഇഅ്തിഖാദു ശരീകിൻ ലില്ലാഹി തആല ഫിൽ ഫിഅലി, അതിന് താഴെയാണെന്ത്? അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിൽ, അള്ളാഹുവിൻ്റെ അഫ്ആലുകളിൽ, പ്രവർത്തികളിൽ ഷിർക്ക് വെക്കുന്നത് അതിന് താഴെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വ്യാപകമായി കണ്ടുവന്നിരുന്നത് എന്താണ്? പഴയ കാലഘട്ടത്തിൽ ഉലൂഹിയത്തിൽ മാത്രമാണ്. ഇങ്ങോട്ട് വന്നിപ്പോൾ എന്ത് ചെയ്തു? ഉലൂഹിയത്തിൽ വ്യാപകമാണ്, അതിനോട് കൂടെ തന്നെ എന്ത് ചെയ്യുന്നു? റുബൂബിയത്തിലും അസ്മാ സിഫാത്തുകളിലുമെല്ലാം വളരെ വ്യാപകമായി അള്ളാഹുവിൽ ഷിർക്ക് വെക്കുന്ന അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ഇതോടെ ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കണം. നമ്മുടെ സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കണം. അള്ളാഹു കാര്യങ്ങൾ യഥാവിധം പഠിച്ച് മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം അവർക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. ഇൽമിൻ്റെ സദസ്സുകളിൽ പങ്കെടുത്തുന്ന മുഖേന ലഭിക്കുന്ന എല്ലാവിധ ഫളായിലുകളും നന്മകളും ഇവിടെ പങ്കെടുക്കുന്ന സകലർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. وأقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا ولوالدينا كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. صلى الله وسلم على نبينا محمد وآله وصحبه أجمعين.